നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കളാണല്ലോ നെയ്യും വെണ്ണയും അഥവാ ബട്ടറുമൊക്കെ. എന്നാൽ ഇവ ഫാക്ടറികളിൽ വെച്ച് പാലിൽ നിന്നും എങ്ങനെയാണ് കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുമ്മാ പാലെടുത്ത് ചൂടാക്കിയാലോ തണുപ്പിച്ചാലോ ഒന്നും ക്വാളിറ്റിയുള്ള ബട്ടറും നെയ്യുമൊന്നും ലഭിക്കില്ല എന്നതാണ് സത്യം. സോ എങ്ങനെയാണ് ഇവ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബട്ടർ അഥവാ വെണ്ണ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇതിന്റെ ആരംഭം പശു ഫാമുകളിൽ നിന്നാണ്. ഈ ഫാമുകളിൽ നല്ല ആരോഗ്യമുള്ള പശുക്കളെ വളർത്തിയെടുക്കലാണ് ആദ്യ സ്റ്റെപ്പ്. പശുക്കളുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ അവയുടെ കഴുത്തിൽ സ്മാർട്ട് കോളറുകൾ ധരിക്കാറുണ്ട്. അവയുടെ ആരോഗ്യം, ആഹാരം, ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ ഇത് വലിയ സഹായമാണ്. ബട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ പടി പശുക്കളിൽ നിന്ന് പാൽ ശേഖരിക്കുക എന്നതാണ്. ഇതിനായി ഇപ്പോൾ പലയിടങ്ങളിലും ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോ പശുവിനും അതിനായി ഒരുക്കിയ പ്രത്യേക സ്ഥലത്തേക്ക് പ്രവേശിക്കും. പശുവിൻ്റെ അകിടിൽ ഘടിപ്പിക്കുന്ന മൃദുവായ റബ്ബർ കപ്പുകൾ വഴിയാണ് പാലെടുക്കുന്നത്. വളരെ പതുക്കെ പശുവിന് പ്രയാസമില്ലാത്ത രീതിയിലാണ് ഇത് പാൽ വലിച്ചെടുക്കുന്നത്. പാലെടുക്കുന്ന സമയത്തും ശേഷവും പശുക്കളുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും വെള്ളവും സാനിറ്റൈസറും ഉപയോഗിച്ച് കൃത്യമായി വൃത്തിയാക്കാറുണ്ട്. സാധാരണഗതിയിൽ വലിയ ഫാമുകളിൽ പശുക്കുട്ടികൾ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലോ അവയെ തള്ളപ്പശുവിൽ നിന്ന് മാറ്റാറുണ്ട്. പാൽ ശേഖരിക്കാനും കുട്ടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില ചെറിയ ഫാമുകളിൽ കൂടുതൽ സമയം കൂടെ നിർത്താറുണ്ടെങ്കിലും ഇൻഡസ്ട്രിയിൽ സാധാരണയായി ഇങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ പാൽ കളക്ട് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവ വലിയ കൂളിംഗ് സൗകര്യമുള്ള ട്രക്കുകളിലാക്കി ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിയാൽ പാലിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പലതരം ടെസ്റ്റുകൾ നടത്തും. നിയമപരമായ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഈ പാൽ വലിയ സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് മാറ്റുകയുള്ളൂ. അതിനുശേഷം പാൽ 138 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് പോലുള്ള വളരെ ഉയർന്ന താപനിലയിൽ 1 മുതൽ 5 സെക്കൻഡ് വരെ ചൂടാക്കും. UHT പാസ്ചറൈസേഷൻ അഥവാ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്ന ഈ രീതി പാലിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും പാൽ കൂടുതൽ കാലം കേടാകാതെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം പാൽ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും. പാൽ വേർതിരിക്കുന്ന സെപ്പറേഷൻ പ്രക്രിയയ്ക്ക് മുൻപ് എല്ലാ കണ്ടെയ്നറുകളും വൃത്തിയാക്കി വെക്കാറുണ്ട്. കാരണം കണ്ടെയ്നറിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴുക്കുണ്ടെങ്കിൽ അത് പാലിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഒരു മെഷീൻ ഉപയോഗിച്ച് പാൽ വേഗത്തിൽ കറക്കി അതിലെ ഘടകങ്ങളെ വേർതിരിക്കും. ഈ പ്രക്രിയയിലൂടെ ക്രീമും അഥവാ ബട്ടർ ഫാറ്റും സ്കിം മിൽക്കുമാണ് ലഭിക്കുന്നത്. കൊഴുപ്പ് മാറ്റിയ പാലാണ് സ്കിം മിൽക്ക്. ഇതിൽ കൊഴുപ്പും കലോറിയും കുറവാണെങ്കിലും കാൽസ്യം, വൈറ്റമിൻ എന്നിവയൊക്കെ പാലിൻ്റേതുപോലെ തന്നെ ഉണ്ടാകും. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ പ്രമേഹമോ ഉള്ളവർക്കും സ്കിം മിൽക്ക് വളരെ നല്ലതാണ്. ഈ ക്രീമിൽ കൃത്യമായ അളവിൽ ഫാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബട്ടറിന് നല്ല രുചിയും സോഫ്റ്റ്നെസ്സും ലഭിക്കും. ഈ ക്രീം പാസ്ചറൈസ് ചെയ്ത ശേഷം ഓരോ തരം ബട്ടറിനും അനുസരിച്ച് കുറച്ച് സമയം പുളിപ്പിക്കാൻ അഥവാ ഫെർമെൻറ്റേഷന് വെക്കാറുണ്ട്. ക്രീമിലെ ഫാറ്റ് അളവ് ക്രമീകരിക്കാനും പൗഡറോ ബാക്ടീരിയയോ ചേർത്ത് ബട്ടറിന് പ്രത്യേക മണവും രുചിയും നൽകാനും സാധിക്കും. ക്രീം നന്നായി അടിച്ച് മിക്സ് ചെയ്യുന്ന രീതിയാണ് ബട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരു പ്രത്യേക മെഷീനിലേക്ക് അഥവാ ചെർണിലേക്ക് മാറ്റും. അവിടെ നന്നായി ഇളക്കി ചേർക്കും. മിക്സറുകൾ മിശ്രിതം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവ ബട്ടറായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ബട്ടർ നല്ല സ്മൂത്തായി തയ്യാറായിട്ടുണ്ടാകും. പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ ബട്ടർ ഏകദേശം 20 കിലോ തൂക്കമുള്ള വലിയ ബോക്സുകളിൽ സൂക്ഷിക്കുന്നു. ഓർഡറുകൾക്കനുസരിച്ച് ഫാക്ടറിയിൽ നിന്ന് ഇത് പല രൂപങ്ങളിൽ പാക്ക് ചെയ്യുകയും ചെയ്യുന്നു. വലിയ ബട്ടർ പീസുകൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാണ് പാക്കിംഗ് എളുപ്പമാക്കുന്നത്. വായുവും ഈർപ്പവും കടക്കാത്ത തരത്തിലുള്ള പ്രത്യേക പേപ്പറോ ഫോയിലോ ഉപയോഗിച്ചാണ് ഇത് പൊതിയുന്നത്. വെളിച്ചം തട്ടിയാൽ രുചി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചില ബട്ടറുകൾ ഫോയിൽ കവറുകളിൽ പാക്ക് ചെയ്യാറുമുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നെയ്യ് അഥവാ ഗീ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം. നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒരു വർഷം 5 മില്യൺ മെട്രിക് ടണ്ണിലധികം നെയ്യ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കണക്ക്. മെഷീനുകളും ഫാക്ടറികളുമൊക്കെ വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നെയ്യ് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ വെണ്ണ ചൂടാക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് അത് ചൂടാകുമ്പോൾ അതിലെ വെള്ളവും പാലിൻ്റെ അംശങ്ങളുമൊക്കെ മാറി നല്ല മണമുള്ള കുറേ കാലം കേടാകാതെ ഇരിക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നെയ്യ് കണ്ടുപിടിക്കുന്നത്. ഹിന്ദുമത വിശ്വാസങ്ങളിൽ നെയ്യ് വളരെ
പവിത്രമാണ്. അമ്പലങ്ങളിലെ വഴിപാടുകൾക്കും ഹോമങ്ങൾക്കുമൊക്കെ അവർ നെയ്യ് ഉപയോഗിക്കാറുണ്ട്. കാലം പോകെ ഇത് പൂജകൾക്ക് മാത്രമല്ല, അടുക്കളയിലെ ഒരു അത്യാവശ്യ സാധനമായി മാറുകയായിരുന്നു. 3000 വർഷം പഴക്കമുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പോലും ദഹന പ്രശ്നങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കുമൊക്കെയുള്ള മരുന്നായി നെയ്യ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നെയ്യിൻ്റെ ഫാക്ടറി പ്രോസസ്സിലേക്ക് കടക്കാം. നല്ല ക്വാളിറ്റിയുള്ള പാലുണ്ടെങ്കിൽ മാത്രമേ നല്ല നെയ്യ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാക്ടറികൾ പാലെടുക്കുന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ട്. പശുവിൻ പാലോ എരുമപ്പാലോ ആണ് സാധാരണയായി ഇതിനായി ഉപയോഗിക്കുന്നത്. പാൽ എടുത്താലുടൻ അതിൽ എന്തെങ്കിലും മായമുണ്ടോ എന്നും കൊഴുപ്പ് എത്രയുണ്ടെന്നുമൊക്കെ കൃത്യമായി പരിശോധിക്കും. ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ പാല് വലിയ തണുപ്പുള്ള ടാങ്കുകളിലേക്ക് മാറ്റുന്നു. ചിലയിടത്ത് പശുവിൻ നെയ്യാകും ഉണ്ടാകുന്നത്, ചിലയിടത്ത് നല്ല കട്ടിയുള്ള എരുമപ്പാലിൻ്റെ നെയ്യാകും. പക്ഷേ നെയ്യുണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപ് പാലൊന്ന് റെഡിയാക്കിയെടുക്കണം. ആദ്യം ചെയ്യുന്നത് മിൽക്ക് സെപ്പറേഷനാണ്. അതായത് പാൽ ഒരു മെഷീനിലിട്ട് അതിവേഗം കറക്കും. അപ്പോൾ പാലിൻ്റെ ക്രീം ഒരു വശത്തേക്കും ബാക്കി പാൽ മറുവശത്തേക്കും മാറും. ഈ ക്രീമിലാണ് നെയ്യിന് വേണ്ട കൊഴുപ്പുള്ളത്. ബാക്കിയുള്ള പാൽ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റുന്നു. ഇനി ഈ കിട്ടിയ ക്രീം ബട്ടർ അഥവാ വെണ്ണ നിർമ്മിക്കാൻ ചെയ്തതുപോലെ പാസ്ചറൈസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഒരു നിശ്ചിത താപനിലയിൽ ചൂടാക്കി ഉടനെ തണുപ്പിക്കും. അപ്പോൾ അതിലെ ബാക്ടീരിയകളൊക്കെ ചത്തുപോകും. ചില ഫാക്ടറികളിൽ ഈ ക്രീം നേരിട്ട് ചൂടാക്കി നെയ്യ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചില ഫാക്ടറികളിൽ ഇതിനെ ആദ്യം ബട്ടറാക്കി മാറ്റുന്നു. ഓരോ ഫാക്ടറിയും ഓരോ രീതിയിലാകും നെയ്യുണ്ടാക്കുന്നത്. ഇതിൽ ഒരു രീതി എന്ന് പറയുന്നത് ഫ്രഷ് ക്രീം നേരിട്ട് വലിയ പാത്രങ്ങളിലിട്ട് ചൂടാക്കുന്നതാണ്. 110 മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുമ്പോൾ അതിലെ വെള്ളം മുഴുവൻ നീരാവിയായി മാറുന്നു. അപ്പോൾ പാലിൻ്റെ അംശങ്ങൾ പതുക്കെ താഴെ അടിയാൻ തുടങ്ങും. ഇത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കാരണം അല്പം കൂടിയാൽ ഇത് കരിഞ്ഞു പോകും. അങ്ങനെ പാകമായി കഴിഞ്ഞാൽ ഇത് അരിച്ചെടുക്കും. ചെറിയ ഫാക്ടറികളിലൊക്കെ സാധാരണ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇനി വലിയ ഫാക്ടറികളിൽ കൂടുതലായും ഉപയോഗിക്കുന്ന മറ്റൊരു രീതി പരിശോധിക്കാം. ഇവിടെ ക്രീമിന് പകരം അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ബട്ടർ അഥവാ വെണ്ണ 80 മുതൽ 85 ഡിഗ്രിയിൽ ഉരുക്കുന്നു. അപ്പോൾ തന്നെ വെള്ളം ആവിയായി പോകാൻ തുടങ്ങും. പിന്നെ ചൂട് 120 ഡിഗ്രി വരെ കൂട്ടും. അപ്പോഴാണ് നെയ്യിൻ്റെ ആ ഒരു പ്രത്യേക മണം വരുന്നത്. കരിഞ്ഞു പോകാൻ സാധ്യത കുറവായതുകൊണ്ടും നല്ല രുചി കിട്ടുന്നത് കൊണ്ടും മിക്കവരും ഈ രീതിയാണ് ഇഷ്ടപ്പെടുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേക രീതി കൂടിയുണ്ട്. ഇതിൽ ബട്ടർ ആദ്യം ഉരുക്കി കുറച്ചു നേരം വെക്കുന്നു. അപ്പോൾ അത് 3 ലെയറുകളായി തിരിയും. മുകളിൽ പ്രോട്ടീനും നടുവിൽ നെയ്യിൻ്റെ കൊഴുപ്പും താഴെ മോരുമായിട്ടാണ് ലഭിക്കുക. അതിൽ നിന്ന് താഴത്തെ ഭാഗം മാറ്റിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ചൂടാക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നെയ്യ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഏത് രീതിയായാലും വെള്ളം കളഞ്ഞ് നെയ്യിനെ തെളിച്ചെടുക്കുക എന്നതാണ് മെയിൻ. ഈ ചൂടാക്കുന്ന സമയത്താണ് നെയ്യിന് ആ പ്രത്യേക രുചിയും മണവുമൊക്കെ ലഭിക്കുന്നത്. ഇനി നെയ്യ് ചൂടാക്കി കഴിഞ്ഞാൽ അത് അരിച്ചെടുക്കണമല്ലോ. ഇതിനെയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. നെയ്യിൻ്റെ അടിയിൽ അല്പം കരിഞ്ഞ പാടുകൾ ഉണ്ടെങ്കിൽ പോലും അത് നെയ്യിൻ്റെ രുചി നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ പലതരം ഫിൽട്ടറുകൾ ഉപയോഗിച്ച് അത് നല്ല പോലെ അരിച്ചെടുക്കും. ഈ സമയത്ത് ചൂട് നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. പെട്ടെന്ന് തണുത്തു പോയാൽ നെയ്യ് ശരിയായ രീതിയിൽ കട്ട പിടിക്കില്ല. പാകത്തിന് തണുത്താൽ മാത്രമേ ആ ഒരു തരിപ്പുള്ള ഗ്രെയിനി ടെക്സ്ചർ പോലെയുള്ള നല്ല നെയ്യ് നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാം കഴിഞ്ഞ് നെയ്യ് നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്നുകൂടി പരിശോധിക്കും. അടുത്ത സ്റ്റെപ്പ് തണുപ്പിക്കലും പാക്കിങ്ങുമാണ്. അതിനായി ചൂടുള്ള നെയ്യ് വലിയ ടാങ്കുകളിലേക്ക് മാറ്റി പതുക്കെ തണുപ്പിച്ചെടുക്കും. വളരെ സാവധാനം തണുപ്പിച്ചാൽ മാത്രമേ ആ ഒരു പാകത്തിന് നെയ്യ് ലഭിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പാക്കിംഗ് ആണ്. നെയ്യ് കേടാകാതെ ഇരിക്കാൻ നല്ല പാക്കിംഗ് നിർബന്ധമാണ്. ചിലർ ഗ്ലാസ് ജാറുകളിലും ആക്കാറുണ്ട്. ഇത് നെയ്യിൻ്റെ രുചി ഒട്ടും മാറാതെ ഇരിക്കാൻ സഹായിക്കും. ഏതായാലും നെയ്യും ബട്ടറുമൊക്കെ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.